അമ്പനാട് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസ് തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മൺകട്ടകളിലും കല്ലിലും തീർത്തതാണ് ഈ കെട്ടിടങ്ങൾ. ഏത് നിമിഷവും നിലംപൊത്താവുന്ന നിലയിലാണിവ. 1925, 1945 തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ക്വാർട്ടേഴ്സുകളാണ് മിക്കവയും. ചോരുന്ന മേൽക്കൂരയും ചിതലരിച്ച ഉത്തരങ്ങളും ജീവന് ഭീഷണിയാണെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. കെട്ടുന്നത് സ്വാതന്ത്ര്യം വാങ്ങിക്കുന്നതിന് മുമ്പ് കെട്ടിയതാ. ഏതാണ്ട് 85 കൊല്ലം ആയിട്ടും ഇതുവരെ സ്വാതന്ത്ര്യം കെട്ടിട്ട് ഇവിടുത്തെ തോട്ടം തൊഴിലാളിക്ക് ഇതുവരെ ഒരു സ്വാതന്ത്ര്യം കിട്ടില്ല. അത് മാത്രമല്ല ഈ ലാവയെല്ലാം ഒളിഞ്ഞെല്ലാം കിടക്കുക, ചിതൽ പിടിച്ച് കിടക്കുക. ഇത് റിപ്പയർ ചെയ്യാൻ പറഞ്ഞാലും മാനേജ്മെന്റ് തന്നെ അവർ തയ്യാറാകുന്നില്ല. അങ്ങനെ പല സ്ഥിതികളാണ് ഇവിടുത്തെ തൊഴിലാളികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഷ്ടങ്ങളില് 90 வருஷம் ஆயிட்டு இந்த வீடு கட்டி. அந்த கம்பு மரங்கள்லாம் லேசா போய் இருக்குது. அதை வேண்டி வேண்டி கொடுப்பாங்க. ஆனா கொடுக்கறதா கொஞ்சம் நல்லா இருக்கும். ஒரு மழை பெஞ்சா தாண்டி மொத்தம் வீட்டுக்குள்ள வரும். சொல்லுவோம், அது செஞ்சு தருவாங்க. திரும்பி அதே மாதிரி தான் ஆகும். തൊഴിലാളികളെ കൊണ്ട് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്ന കമ്പനി ഈ ക്വാർട്ടേഴ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. കക്കൂസുകളും കുളിമുറികളും ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിലാണ്. അതിനാൽ പലരും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് പുറത്താണ്. കഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിലെ എത്രയോ തോട്ടം മേഖലയുണ്ട്. അവിടെ നല്ല രീതിക്ക് എല്ലാം പ്രവർത്തിക്കും, തോട്ട ഉടമകളെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാലും ഇവിടുത്തെ ഈ സ്വാമി ഞങ്ങളെ ഇതുവരെ ഒരു ബോണസ് പോലും തരാതെ ഭയങ്കര കഷ്ടത്തിലും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിച്ച് ഇത് കഴിഞ്ഞുകൂടാന്നുള്ളതാ ഞങ്ങൾക്ക് ഇപ്പൊ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നമാണ് മറ്റൊരു വലിയ വെല്ലുവിളി. വെള്ളം കിട്ടാൻ സംവിധാനം ഒരുക്കണമെന്ന് കമ്പനി അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കുടിക്കാൻ വെള്ളം അതെന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരിയിലെല്ലാം കുടിക്കാൻ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കമ്പനി വെള്ളം തരാനുള്ള തയ്യാറുമാകുന്നില്ല. നിലവിൽ 600ഓളം തൊഴിലാളികളാണ് കമ്പനിയിലുള്ളത്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ഓണത്തിന് ബോണസും ലഭിച്ചില്ല. ഇത്തരം പ്രശ്നങ്ങൾ നിരവധിയാണ് മലയാളം പ്ലാന്റേഷൻസിൽ തൊഴിലാളികൾ നേരിടുന്നത്. ഇവിടെ ജീവിക്കാൻ തന്നെ തൊഴിലാളികൾ ഭയങ്കര ഇതിലാ ജീവിക്കുന്നത്. 200 രൂപ ശമ്പളത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഒരു അരിക്ക് 45 രൂപ കൊടുക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇവിടുത്തെ തൊഴിലാളികൾക്കുണ്ട്. ഇത് സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തെങ്കിൽ ഇതിലൊരു ഇതും കിട്ടത്തുള്ളൂ. ഇവയ്ക്ക് പരിഹാരം കാണാൻ തൊഴിലാളികൾ പലപ്പോഴും സമരം ചെയ്തു. സമരങ്ങൾ മൂലം നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അമ്പനാട് തേയില തൊഴിലാളി യൂണിയൻ CITU കൺവീനർ ചെല്ലതുരൈ പറഞ്ഞു. പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ സമരത്തിലും എല്ലാ സ്വാമി അല്ലാതെ പൈസ ഒന്നും തീർച്ചയായിട്ടുള്ള ശമ്പളം ഒന്നും കൊടുക്കുന്നില്ല. പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കൾ കമ്പനിയുടെ വക്താക്കളാണെന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല.